അടുക്കടുക്ക. അപ്പോൾ ഇന്നെന്നാ പരിപാടി എന്നല്ലേ, ഇന്ന് നമ്മളെ ചീരൻ്റെ ഇടക്കുന്നെല്ലാം പൊരിച്ചെടുക്കലാണ് കേട്ടോ. അപ്പോൾ അതാ ഒരു തിന്നുന്നൊരു സാധനം കണ്ടാ, ഇവനാണ് എൻ്റെ തിന്നിട്ട് അയ്യ കണ്ടാ പാറി, അവനാന്ന് തിന്നിട്ട് ഇലയെല്ലാം ഇങ്ങനെ തിന്ന് കളിയാം. അപ്പോൾ നമ്മൾ ഒരുപാടായതുകൊണ്ട് ഇടക്കുന്നെല്ലാം പൊരിക്കലാന്നേ. ഇടക്കുന്നിങ്ങനെ പൊരിച്ചു കൊടുത്താൽ ഉള്ളതെല്ലാം നല്ല വലുതാവും ഉണ്ടാ. അപ്പോൾ ഇടക്കുന്നെല്ലാം ഇങ്ങനെ പൊരിച്ചിട്ട് വറുത്താൽ ഇതിന് നല്ല കരുത്ത് വെക്കും. അപ്പോൾ ഇന്ന് അതിൻ്റെ പണിയാണ്. ചീര അടിപൊളി ചീരയാണേ. നല്ലൊരു മഴ കിട്ടി, അതുകൊണ്ട് 2 ദിവസം വെള്ളം ഒഴിക്കാണ്ടിരിക്കാനായി. അതും നല്ലൊരു ഗുണമായി. ഇങ്ങനെ അടക്കുന്നു വെച്ച് കൊടുക്കാൻ കുറച്ച് നല്ല വിടവ് വരും. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ പൊരിച്ച് നടുന്നതിനേക്കാളും ഇങ്ങനെ നല്ല തടാക്കിയിട്ട് ഇങ്ങനെ വിത്ത് വേറി ഇടുന്നതാണ് നല്ലത്. നമുക്ക് പണിയും കുറവാണ്, വേഗം വിളവും കിട്ടും. നമ്മൾ പൊരിച്ച് നടന്നാൽ കുറേ ദിവസം അതിൽ മനസ്സിലായിട്ട് പൊരിച്ച് ഒരുപാട് പണിയുണ്ട്. അപ്പോൾ അതിനെല്ലാം നല്ല സൂപ്പറാണിത്. ഏത് സമയത്തും ചീര ഉണ്ടാക്കാം നമുക്ക്. ഇങ്ങനെ എടുത്ത് കൊടുക്കുകയുള്ളൂ. ദിവസേന ഇങ്ങനെ ഇടക്കിടക്കുന്ന ഇങ്ങനെ പൊരിച്ചെടുക്കുക, വറക്കുക. അപ്പോൾ ഇതെല്ലാം നിറയുന്ന നല്ല ശക്തി വരും. അതിലിപ്പോൾ ഒരുപാടുണ്ട്, തിങ്ങിയിട്ടാണ് ഉള്ളത്. നല്ല അടിപൊളിയാണേ. എൻ്റെ വീട്ടിൽ വേണ്ടേ വറക്കാൻ? ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ പൊരിച്ച് കൊടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്താ ഇതിങ്ങനെ ഒരുപാട് പൊരിക്കാനുണ്ട്. അത് ഇതിൻ്റെ അകത്തും പൊരിക്കാനുണ്ട് കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ ഇടയ്ക്കൊന്ന് പൊരിച്ചാൽ മറ്റേത് നല്ല വലിയതാവും. അപ്പോൾ നമുക്ക് നമ്മൾ ആവശ്യം വെച്ചിട്ട് വേണമെങ്കിൽ ഇവിടെ കൊടുക്കുകയും ചെയ്യാം. ഇപ്പം നല്ല ഇതിൻ്റെ ഒപ്പം കുറച്ച് പച്ചയും കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ പച്ച ഞാനവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ നല്ലോണം വളം ചെയ്താൽ നമുക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കാം കേട്ടോ. നല്ല എന്താ പറയുക, ഞാൻ നല്ലോണം ആലവളവും വെണ്ണീരും കോഴിവളവും കൂട്ടി പെരക്കി എന്നിട്ടാണ് എല്ലുപൊടി ഇട്ടിന്. എല്ലുപൊടി ഇട്ടിട്ടാണ് നമ്മളെ ചീര വിത്ത് വാളിയത്. അപ്പോൾ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. കുറച്ച് മണ്ണ് മാത്രം കോരിയിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. നല്ല അടിപൊളി ചീരയായി വന്ന്. നല്ല പച്ചക്കറി ഒന്നും കളയല്ലേ, കളയല്ലേ. ചീര ഉണ്ടോ? എനിക്ക് ചീര വേണം. ചീര ഉണ്ടോ? എരുവാ ചീരക്കാ? ചീര എരുണ്ടാ? വറവിന് എരിവുണ്ടാ? 134. അത് ഭയങ്കര എരിവല്ല. ഇത് പച്ചച്ചീരയാണ്. ഇത് പച്ച. ഇതിന് രണ്ടും കൂടിയിട്ടാണ് വറുക്കുക. ഇത് തനിയെ വന്നതാണ്, തനിയെ മുളച്ചതാണ്, നമ്മൾ നട്ടതൊന്നുമല്ല. ഇതെല്ലാം ഇങ്ങനെ തണുപ്പുള്ളിടത്ത് മുളച്ച് വരുന്നു. ഇത് മാത്രം ഇഷ്ടം പോലെയായി. അപ്പോൾ ഇപ്പുറത്ത് 2 വീട്ടിലും കുറച്ചിനെടുത്താൽ നമുക്ക് വറുക്കാൻ മാത്രമുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ താങ്ക് യു.